الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هماز مشاء بنميم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى محمد سيدنا ومولانا محمد. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലും അവൻ്റെ പൊരുത്തത്തിലുള്ള ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മുടങ്ങാതെ നമ്മുടെ ഈ ക്ലാസ്സിൽ വന്നിരുന്ന പലരും രോഗികളാണ്, വരാൻ കഴിയാതെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. പലരും മരണപ്പെട്ടുപോയി. ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് നമ്മുടെ പള്ളിക്ക് ചുറ്റും പല പള്ളിക്കാടുകളിലായി മറവിട്ട് കിടക്കുന്നുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ പ്രദാനം നൽകണേ റഹ്മാനെ. വളരെ പ്രത്യേകതയുള്ള മഹത്വമുള്ള ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് ഇന്നും ഇനി തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഗീബത്തിന്റെ പരദൂഷണവുമായി ബന്ധപ്പെട്ട ഹദീസുകളെ നമ്മൾ സൂചിപ്പിച്ചു. അറിയാതെയെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മറ്റൊരാളെ പരദൂഷണം പറയാത്ത ആളുകൾ വളരെ കുറവായിരിക്കും എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ അതിൻ്റെ കഠിനമായിട്ടുള്ള ശിക്ഷകളോ പരദൂഷണം പറഞ്ഞാലുള്ള ഒരു മനുഷ്യന് പരലോകത്തും ഈ ലോകത്തും അല്ലാഹു നൽകുന്ന ശിക്ഷകളെ കുറിച്ചൊന്നും ബോധമില്ലാത്ത അവസ്ഥയിലോ അല്ലെങ്കിൽ അറിവില്ലാതെയോ ഒക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇനി എന്താണ് അതിന് പരിഹാരം? പറഞ്ഞുപോയ പരദൂഷണത്തിന് എന്ത് പരിഹാരം ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ചും, ആ വിഷയം കഴിഞ്ഞാൽ പിന്നീട് അടുത്ത നാവ് കൊണ്ടുള്ള ഒരു വിപത്താണ് ഏഷണി. അതിൻ്റെ സ്വൽപ്പ ഭാഗം കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ഹദീസുകളിലൂടെ ഈ വിഷയം നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഏതൊരു അപാകത ഒരു മനുഷ്യൻ ചെയ്താലും അതിനുള്ള ഒരു പരിഹാരം വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലുണ്ട്. ചെയ്തത് തെറ്റായി പോയി എന്നുള്ള ഉത്തമമായ ബോധ്യം ഒരു മനുഷ്യനുണ്ടാവുകയും ചെയ്തതിൽ സങ്കടപ്പെടുകയും പിന്നീട് ഒരിക്കലും അത് ഞാൻ ചെയ്യുകയില്ല എന്ന് ഉറപ്പിക്കുകയും അതോടൊപ്പം ആരെക്കുറിച്ചാണോ നമ്മൾ പരദൂഷണം പറഞ്ഞത് എങ്കിൽ അവനുമായി നേരിൽ കണ്ടുകൊണ്ട് അവനോട് അത് പൊരുത്തപ്പെടിക്കുകയും ചെയ്യണം എന്നതാണ് നിയമം. പൊരുത്തപ്പെടിക്കുക എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു ചടങ്ങിന് വേണ്ടിയുള്ള ഒരു വർത്തമാനമാകരുത്. പലപ്പോഴും മധ്യസ്ഥതക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞത് നിന്ന രണ്ടുപേരും ഞങ്ങൾ കൈകൊടുത്ത് പിരിയ് എന്നൊക്കെ പറഞ്ഞ് കൈകൊടുത്ത് പിരിയുന്ന ഒരു രീതിയുണ്ട്. അതൊരു പ്രഹസനാണ്. മനസ്സിൽ തട്ടിയിട്ടില്ല എങ്കിൽ ആളുകൾ പറഞ്ഞതുകൊണ്ടോ നിർബന്ധിപ്പിച്ചത് കൊണ്ടോ ഒക്കെ കൂടുതൽ ഒരു വഴക്കിലേക്ക് പോവാതിരിക്കാനൊക്കെ ഉള്ള ഒരു ഉപാധി എന്നുള്ള നിലക്ക് മധ്യസ്ഥന്മാരിടപെട്ടുകൊണ്ട് നീ പ്രശ്നമൊന്നുമില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈകൊടുത്ത് പിരിയ എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് പിരിയും. പക്ഷേ
ഈ പറഞ്ഞ ആളുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ ഞാനാ ചെയ്തത് ശരിയായില്ല എന്ന തോന്നൽ ഉണ്ടായി, ആ ഉണ്ടാവലിന് ശേഷമാവണം അങ്ങനെയുള്ള ഒരു പൊരുത്തപ്പെടിക്കൽ. അല്ലെങ്കിൽ ആ പറഞ്ഞ പരദൂഷണത്തിനൊന്നും ഒരു പരിഹാരമായിട്ടുള്ള പൊരുത്തപ്പെടിക്കലായി അതിനെ ഗണിക്കാൻ കഴിയില്ല. മഹാന്മാർ ഇമാമുകൾ അങ്ങനെയാണ് നമുക്ക് ഇത് വിശദീകരിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നബി തങ്ങളുടെ ഹദീസ് മഹാൻ ഈ കിതാബിൽ ഉദ്ധരിക്കുകയാണ്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ തന്റെ മേൽ തന്റെ കൂട്ടുകാരന് ധനത്തിലോ അഭിമാനത്തിനോ വല്ല അവകാശവും ഉണ്ടെങ്കിൽ സ്വർണവും വെള്ളിയും പകരം നൽകാനാവാത്ത ഒരു ദിനം വരുന്നതിന്റെ മുമ്പ് അയാളെ കൊണ്ട് പൊരുത്തപ്പെടിക്കട്ടെ എന്ന് നബി തങ്ങൾ പറഞ്ഞു. കൂട്ടുകാരന്റെ മേൽ തന്റെ അവകാശം എന്ന് പറയുമ്പോൾ മറ്റൊരാൾക്ക് നമ്മൾ കാശ് കൊടുക്കാനുണ്ട്, അത് കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഒരാളെ നമ്മൾ ഒരുപാട് പരദൂഷണം പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ പൊരുത്തപ്പെടിച്ചിട്ടില്ല. എങ്കിൽ അത് പൊരുത്തപ്പെടിക്കണം. പരിഹാരം സ്വർണവും വെള്ളിയും കൂമ്പാരമായി നിങ്ങൾക്ക് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാൻ കഴിയാത്ത ഒരു ലോകം നിങ്ങൾക്ക് വരാനുണ്ട്. അതിന്റെ മുമ്പ് നിങ്ങൾ അത് ചെയ്യണം. അന്ന് അതിന് പകരം ഇയാളുടെ നന്മകൾ, ഒരു മനുഷ്യൻ മറ്റൊരാളെ ഈ രീതിയിൽ പരദൂഷണവും വേണ്ടാതീനൊക്കെ പറഞ്ഞ് നടന്നു, പൊരുത്തപ്പെടിച്ചില്ല. പരലോകത്ത് ചെല്ലുന്ന സമയത്ത് ആരെയാണോ നാം പറഞ്ഞത് എങ്കിൽ അവന്റെ നന്മകൾ എടുത്ത് ഇവന് നൽകും, അല്ലെങ്കിൽ ഇവന്റെ തിന്മകൾ എടുത്തുകൊണ്ട് അവന് കൊടുക്കും. ഇങ്ങനെ ഒരു രംഗം നിങ്ങൾക്ക് വരാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരാളെ കുറിച്ച് ഈ രീതിയിൽ പരദൂഷണവും കുറ്റവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പൊരുത്തപ്പെടിക്കണേ. മരിക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ അത് പൊരുത്തപ്പെടിക്കാതെ ഈ ലോകത്ത് നിന്നും നിങ്ങൾ വിട പറഞ്ഞു പോകല്ലേ. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറയാണ്, കഫാറത്തും മൻ ഇഗ്തബതഹു അൻ തസ്തഗ്ഫിറ ലഹു. അതേപോലെ നമ്മൾ ആരെയെങ്കിലും പരദൂഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനോട് നേരിട്ട് അത് പൊരുത്തപ്പെടിക്കണം. അതോടൊപ്പം അവന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അവനെ കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കണം. അവനെ കുറിച്ച് മോശമല്ലേ നീ ആളുകളോട് പറഞ്ഞത്, അവനെ കുറിച്ച് കുറ്റമല്ലേ നീ ആളുകളോട് പറഞ്ഞത്. ആരെ കുറിച്ചാണോ നീ കുറ്റം പറഞ്ഞു നടന്നത് എങ്കിൽ ആ മനുഷ്യന്റെ നന്മകൾ നീ ആളുകളോട് പറഞ്ഞു നടക്കണം. പോരാ, ആ മനുഷ്യന് വേണ്ടി നീ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് പരദൂഷണം പറഞ്ഞവർക്കുള്ള പരിഹാരം. ഇത് ചെയ്യണമെന്നാണ്. ഇത് ചെയ്യാൻ എത്ര ആളുകൾക്ക് കഴിയും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഹജ്ജിന് പോകുമ്പോ പോലും ചില ആളുകൾ മറ്റുള്ള ആളുകൾ പറഞ്ഞ് നിർബന്ധിപ്പിച്ചിട്ട് പോയി മിണ്ടുകയാണ്. മനസ്സ് തട്ടിയിട്ടുള്ള മിണ്ടലൊന്നുമല്ല. ഇതൊക്കെ വെറുതെ ഒരു ചടങ്ങ് എന്നേ ഇതിനൊക്കെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നത് അതൊക്കെ വെറും ചില കോപ്രായങ്ങൾ എന്നാണ്. മനസ്സ് തട്ടാതെ ആളുകൾ പറഞ്ഞതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഞാനത് പൊരുത്തപ്പെടിച്ചിട്ടുണ്ട് എന്നുള്ളത് ആളുകൾ ധരിക്കാൻ വേണ്ടിയൊക്കെയുള്ള ആ ഒരു സംസാരം, അത് കേവലം ഒരു ആളുകളെ കാണിക്കാൻ, അതൊന്നും അർത്ഥവത്തായ പൊരുത്തപ്പെടിക്കലല്ല. അതുകൊണ്ട് പരലോകത്ത് നിനക്ക് നേട്ടവും ഉണ്ടാകുകയില്ല. ഒരുപാട് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു മനുഷ്യൻ നമ്മളോടങ്ങനെ തിന്മകൾ ഒരുപാട് ചെയ്ത് നമ്മൾ ഒരുപാട് ഇല്ലതും ഇല്ലാത്തതും ഒക്കെ കൂട്ടിക്കലർത്തി പറഞ്ഞു നടന്ന് അവസാനം അയാൾ നമ്മളോട് വന്ന് പൊരുത്തപ്പെടിക്കാൻ പറഞ്ഞാൽ പൊരുത്തപ്പെട്ട് കൊടുക്കാം, കൊടുക്കാതിരിക്കാം, അതവന്റെ ഇഷ്ടം. പൊരുത്തപ്പെട്ട് കൊടുത്തില്ല എന്നതുകൊണ്ട് അയാൾക്ക് കുറ്റമൊന്നുമില്ല. പക്ഷേ പൊരുത്തപ്പെട്ട് കൊടുത്തില്ല എങ്കിൽ ആ ചോദിച്ചതായ മനുഷ്യന് പരലോകത്ത് തിന്മയുണ്ടാകും. ചില ഇമാമുകളൊന്നും അങ്ങനെ പൊരുത്തപ്പെട്ട് കൊടുക്കാറില്ല. കാരണം എന്താണ്? ആ പറഞ്ഞയച്ച ഞാൻ വേറെ ഒരാളെ കുറ്റം പറഞ്ഞെങ്കിൽ എന്റെ നന്മകളൊക്കെ അയാൾക്ക് പോവുകയാണ്. അപ്പൊ അയാളോട് ഞാൻ എനിക്ക് പൊരുത്തപ്പെട്ട് തരണോ എന്ന്
പറഞ്ഞാൽ അയാൾ വിചാരിക്കുന്നത് എന്താ? അയാളുടെ അക്കൗണ്ടിലുള്ള നന്മകൾ, ആ നന്മകൾ അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. അതല്ല, ഞാൻ അയാൾ പൊരുത്തപ്പെട്ട് തന്നില്ലെങ്കിൽ പരലോകത്ത് എൻ്റെ ഒരുപാട് നന്മകൾ അയാൾക്ക് കിട്ടാനുള്ളതാണ്. ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ചില മനുഷ്യന്മാര് അത് പൊരുത്തപ്പെട്ട് കൊടുക്കാതിരിക്കാറുണ്ട്. എന്നാൽ അത് അത്ര ശുഭകരമായ ഒരു രീതിയല്ല. ഖുർആൻ പറയുന്നത്, നിങ്ങളോട് അവിവേകം ഒരു മനുഷ്യൻ കാണിച്ചിട്ട് അതെനിക്ക് പൊരുത്തപ്പെട്ട് തരണം എന്ന് പറഞ്ഞാൽ ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിൽ അനിൽ ജാഹിലീൻ, നിങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കുക, നല്ലതുകൊണ്ട് കൽപ്പിക്കുക. അറിവില്ലാത്ത ആളുകൾ പറഞ്ഞത് മനസ്സിൽ കൊണ്ട് നടക്കാതെ അവർക്കത് വിട്ടുകൊടുക്കുക. ഇതാണ് ഏറ്റവും അഭികാമ്യം. പല ആളുകളും മനസ്സിലാക്കിയത്, നമ്മൾ ഒരാളെ കുറെ അങ്ങോട്ട് പറഞ്ഞ് പിന്നെ അയാളോട് എനിക്കൊക്കെ പൊരുത്തപ്പെട്ട് തരണട്ടോ എന്നാണ് പറഞ്ഞ അതങ്ങോട്ട് തീരുന്നാണ്. നമ്മുടെ മനസ്സിൽ, അത് പറയുന്ന ആളുടെ മനസ്സിൽ ആത്മാർത്ഥമായും ഞാനാ ചെയ്തത് തെറ്റാണ് എന്നുള്ള ബോധ്യം ഉണ്ടായിട്ട് പറയണം. പോരാ, ആ വാക്കിൽ നിർത്തിയാൽ പോരാ, പിന്നെ അയാളെ കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ട് നടക്കണം ആളുകൾക്കിടയിൽ. അയാൾക്ക് വേണ്ടി ദുആവും ചെയ്യണം. ഇതാണ് പരദൂഷണം പറഞ്ഞ ഒരാൾക്കുള്ള പരിഹാര മാർഗം എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചില്ലറ കേസൊന്നും അല്ല ഇത്, ചില്ലറ വിഷയവും അല്ല ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരുപാട് ഹദീസ് കാണാം. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വിശാലമായിട്ടുള്ള ഒരു മനസ്സുണ്ട് ഗീബത്തുമായി ബന്ധപ്പെട്ട്. ഒരിക്കൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ പറഞ്ഞു, തങ്ങളെ അങ്ങയെ ഒരാൾ പരദൂഷണം പറഞ്ഞു നടക്കുന്നുണ്ട്, അങ്ങയിലില്ലാത്ത പല കാര്യങ്ങളും ഒരാൾ അങ്ങയെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നുണ്ട് എന്ന് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് പറഞ്ഞപ്പോൾ ഹസനുൽ ബസ്രി തങ്ങൾ ചെയ്തത് എന്താണ്? ഒരു വലിയ പാത്രം നിറയെ ഈത്തപ്പഴം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞ് ആ ഈത്തപ്പഴം പരദൂഷണം പറഞ്ഞ ആ മനുഷ്യന് കൊടുത്തയക്കുകയാണ്. എന്നിട്ട് അയാളോട് പറയാണ്, താങ്കളുടെ നന്മകൾ, താങ്കൾ കഷ്ടപ്പെട്ട് ചെയ്ത ഒരുപാട് നന്മകളില്ലേ, രാത്രിയിൽ ചെയ്ത തഹജ്ജുദ്, താങ്കൾ ചെയ്ത ഹജ്ജ്, താങ്കൾ ചെയ്ത ഉംറ, താങ്കളുടെ സ്വതഖാത്തുകൾ, ഒരുപാട് നല്ല കാര്യങ്ങൾ, അതൊക്കെ എന്നെ കുറ്റം പറഞ്ഞു നടക്കുന്നതിലൂടെ അല്ലാഹു എനിക്ക് എടുത്തു തന്നിട്ടുണ്ട്. അപ്പൊ അത്രയും എനിക്ക് നന്മകൾ നിങ്ങൾ തന്നതുകൊണ്ട് ഇതാ എന്റെ ഒരു ഉപഹാരമാണ് ഇത് താങ്കൾ പിടിച്ചോളണം. ഇനി താങ്കളുടെ നന്മകൾ എനിക്ക് തന്നതിന് ഇത് പോരാ എങ്കിൽ ഇതിലും കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് നിങ്ങൾ ക്ഷമിക്കണേ എന്ന് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. അങ്ങനെയൊക്കെ ചിന്തിക്കാനും കഴിയണ്ടേ? എന്നെ കുറിച്ച് ഇല്ലാത്ത ഒരാള് എന്തെങ്കിലുമൊക്കെ എന്നെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു കിടന്നാൽ സ്വാഭാവികമായും എനിക്ക് അയാളോട് ദേഷ്യമാണ് തോന്നുക. ഹസനുൽ ബസ്രി ചിന്തിച്ചത് എന്താണ്? അയാൾക്ക് കുറച്ച് ഈത്തപ്പഴം കൊടുത്തയച്ചു. എന്നിട്ട് പറയാനും പറഞ്ഞു, നിങ്ങളുടെ നന്മകളൊക്കെ എനിക്ക് തന്നതിന് പകരം ഞാൻ തരുന്നതാണ്, ഇത് പോരാ എങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണോ. ശരിക്കും പരദൂഷണം പറയുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ അല്ലേ നമ്മൾ പരദൂഷണം പറയാ? ഇഷ്ടമുള്ള ആളെ പറ്റി പറയൂലല്ലോ. ഇഷ്ടമില്ലാത്ത ആൾക്ക് നമ്മളെ നന്മകൾ എടുത്ത് പഠിച്ചവൻ പരലോകത്ത് കൊടുക്കും. അത് എത്ര വേദനാജനകമാണ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരദൂഷണം പറഞ്ഞ് ഇതിന്റെ പ്രായശ്ചിത്തമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പറയുന്നത്. ഉമ്മമാരെ, നിങ്ങളുടെ ദുആകളിൽ ആരെക്കുറിച്ച് നിങ്ങൾ പരദൂഷണം പറഞ്ഞോ? കുടുംബങ്ങളിൽ സഹോദരിമാരെ കുറിച്ച്, കുടുംബങ്ങളെ നാത്തൂന, അമ്മായിമ്മനെ, മരുമോളെ സംബന്ധിച്ച്, അയൽക്കാരെ കുറിച്ച്, കുടുംബങ്ങളിൽ ആരൊക്കെ കുറിച്ചൊക്കെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവനിഷ്ടമില്ലാത്തത് നല്ലതും അല്ലെങ്കിൽ ഉള്ളതും ഇല്ലാത്തതുമൊക്കെ കൂട്ടിക്കുഴച്ച് നമ്മുടെ വാദം ജയിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ നമ്മൾ പറഞ്ഞു കൂട്ടിയിട്ടുണ്ടോ? അതിനുള്ള പരിഹാരം, പരലോകത്ത് നമ്മുടെ നന്മകൾ അവനെടുത്ത് കൊടുക്കാതിരിക്കാനുള്ള പരിഹാരം, ആദ്യം അവനോട് പൊറുക്കലിനെ തേടിയ ശേഷം പിന്നീട് അവനെ കുറിച്ച് നല്ലത് ആളുകളോട് പറയണം. ആരോടൊക്കെ നിങ്ങൾ അത് അവരെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടോ അവരോടൊക്കെ നന്മകൾ പറയാ, അല്ലാത്തവരോടും നന്മകൾ പറയാ. ആ മനുഷ്യന് വേണ്ടി നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം.
ഇതാണ് അതിനുള്ള പരിഹാരം. ഈ പരിഹാരം ചെയ്തില്ല എങ്കിൽ പരലോകത്ത് നമ്മുടെ നന്മകൾ എടുത്തുകൊണ്ട് നമ്മൾ പരദൂഷണം പറഞ്ഞ ആൾക്ക് കൊടുക്കും. അത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണ് പരദൂഷണം. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരുപാട് ദിവസങ്ങളായി നമ്മൾ പരദൂഷണത്തെ കുറിച്ച് പറയുന്നു. അതിന്റെ ഭയാനകതകൾ നമ്മൾ കേട്ടു. അതിനുള്ള പറഞ്ഞു കഴിഞ്ഞാലുള്ള പരിഹാരവും നമ്മൾ പറഞ്ഞു. ഇനി ഇന്നത്തോടുകൂടെ അത് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റൊന്നാണ് ഏഷണി, നമീമത്ത് എന്ന് പറയും. നാവ് കൊണ്ടുള്ള വിപത്തുകളെ കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നാവ് കൊണ്ടുള്ള അടുത്ത വിപത്ത് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത് പരദൂഷണം പറഞ്ഞു നടക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ ഒരു ആയത്തിലൂടെ പറയുന്നുണ്ട്, ഹമ്മാസിം മശാഇം ബിനമീം. കുത്തുവാക്ക് പറയുന്നവൻ, ഏഷണിയുമായി നടക്കുന്നവൻ, ഇവരെ ഒരു നിലത്തിൽ ഒരു നിലക്കും നിങ്ങൾ അനുസരിക്കരുത്. ഇത്തരക്കാരുമായി നിങ്ങൾ കൂട്ടുകൂടുകയും ചെയ്യരുത്. കുത്തുവാക്കുകൾ പറയാ, കുത്തി പറയാ, തോണ്ടി പറയുക, ഏഷണി പറയുക. ഏഷണി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ അതിന്റെ നിർവചനമൊക്കെ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. പരസ്പരം തെറ്റിക്കാൻ വേണ്ടി ഇല്ലാത്തത് പറഞ്ഞു നടത്തുക, സ്നേഹത്തോടുകൂടെ ജീവിക്കുന്ന ആളുകൾക്കിടയിൽ ചിത്രതയുണ്ടാക്കുക, പരസ്പരം യോജിപ്പിക്കുന്നതിന് പകരം എങ്ങനെയെങ്കിലും ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് അവരെ പരസ്പരം അകറ്റുക. ഇങ്ങനെ ചെയ്യുന്നതായ ആളുകൾ അവർക്ക് കടുത്ത ശിക്ഷയുണ്ട് പരലോകത്ത് എന്ന് നബി തങ്ങൾ പറയുന്നു. വഹിലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. മറ്റൊരായത്തിലൂടെ അല്ലാഹു തആല പറയാണ്, ഈ ആയത്ത് മുമ്പ് നമ്മൾ ചെറിയ രീതിയിൽ വിശദീകരിച്ചവരാണ്. ധാരാളമായി കുത്തിപ്പറയുകയും ദുഷിക്കുകയും അതേപോലെ പരദൂഷണം പറയുകയും ചെയ്യുന്ന ആളുകൾക്ക് കഠിനമായ നാശമുണ്ട്, കഠിനമായ ശിക്ഷയുണ്ട്. അത് എത്ര വലിയ ആളുടെ ഭാര്യമാരായിട്ടും കാര്യമില്ല, ഉസ്താദുമാരുടെ ഭാര്യമാരോ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ ഭാര്യമാരോ ആരായിട്ടും കാര്യമില്ല. ഈ രീതിയിൽ ഏഷണി പറഞ്ഞു നടന്നാൽ അവർ നരകത്തിലാണ്. ഖുർആനിന്റെ ഒരായത്തിൽ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെയും ഭാര്യമാരെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, ഫഖാനതാഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ. നൂഹ് നബിയുടെയും ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെയും ഭാര്യമാർ അവരെ വഞ്ചിച്ചു കളഞ്ഞു. ഈ വഞ്ചന എന്തായിരുന്നു എന്നറിയുമോ? ലൂത്ത് നബിയുടെ ഭാര്യ നബിയെ കാണാൻ വന്ന തന്റെ വിരുന്നുകാരെ കുറിച്ച് ആരോടും പറയരുത് എന്ന് പറഞ്ഞിരുന്നു ലൂത്ത് നബി. വീട്ടിലുള്ള ചില രഹസ്യങ്ങളായിരുന്നു. ആ രഹസ്യങ്ങൾ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുത്തപ്പോ ഇല്ലാത്തതും ഉള്ളതുമൊക്കെ കൂട്ടിക്കലർത്തിയാണ് കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? തമ്മിലുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി. ഒരു ഏഷണിയായിരുന്നു ആ വഞ്ചന. അത് നടത്തി ലൂത്ത് നബിയുടെ ഭാര്യ. അതേപോലെ തന്നെയാണ് നൂഹ് നബിയുടെ ഭാര്യയും ഈ രീതിയിൽ പ്രവർത്തിച്ചപ്പോൾ അവർ രണ്ടുപേരും വഞ്ചിച്ചു. അവരെ നരകത്തിലേക്ക് തള്ളിയിടണം എന്ന് ഖുർആൻ തുടർന്ന് സൂചിപ്പിക്കുകയാണ്. വലിയ ആളായിട്ട് കാര്യമില്ല. ഈ രീതിയിലുള്ള അപാകതകൾ, തിന്മകൾ നാം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. ലാ യദ്ഖുലുൽ ജന്നത നമ്മാം. ഏഷണിക്കാരൻ ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയില്ല. വലിയ പാതകമാണ്. അധികവും കുടുംബ ബന്ധങ്ങളിലാണ് ഇത് നടക്കുന്നത്. ഉള്ളതും ഇല്ലാത്തതുമൊക്കെ കൂട്ടിക്കലർത്തി പരസ്പരം തെറ്റിക്കുക. നമുക്കൊരാളോട് ദേഷ്യമുണ്ടായതിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരാൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്തതിന്റെ പേരിൽ നാത്തൂമാര് അല്ലെങ്കിൽ അമ്മായിമ്മമാര് മരുമക്കളെ കുറിച്ച് അമ്മായിമ്മമാരില്ലാത്തത് പറയാ, നാത്തൂനെ കുറിച്ച് ഇല്ലാത്തത് പറയാ, കുടുംബങ്ങളിൽ ഒരു സ്ത്രീയെ കുറിച്ച് അവർ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ അവരോടുള്ള അസൂയയോ മറ്റോ കാരണമായിട്ട് ഇല്ലാത്തത് പറഞ്ഞു പരത്തുക. ഇതൊക്കെ എത്ര വലിയ പാതകമാണ്. ലാ യദ്ഖുലുൽ ജന്ന. സ്വർഗ്ഗത്തിൽ കടക്കൂല. അവർ നിസ്കരിക്കുന്നുണ്ടാകും, നോമ്പ് പിടിക്കുന്നുണ്ടാകും,
ഹജ്ജ് ചെയ്യുന്നുണ്ടാകും, ദാനധർമ്മം ചെയ്യുന്നുണ്ടാകും, ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നുണ്ടാകും. ഈ ഒരു തിന്മ അവരിലുണ്ട് എങ്കിൽ അവർക്ക് വിജയിക്കാൻ കഴിയില്ല, അവർ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറയുന്നുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത ഫത്താത്ത്, ഏഷണിക്കാരൻ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി തങ്ങൾ പറയുകയാണ്, ഒരു ഹദീസിലൂടെ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ ഇണങ്ങാനും പിണങ്ങാനും പറ്റിയ നല്ല സ്വഭാവക്കാരാണ്. ഇണങ്ങാനും പിണങ്ങാനും പറ്റിയ സ്വഭാവക്കാർ അങ്ങനെയുണ്ടല്ലോ. ഇഷ്ടമില്ലാത്തതും അല്ലെങ്കിൽ കൊള്ളരുതാത്തതും കണ്ടാൽ അത് തെറ്റാണ് എന്ന് പറയണം ആർജവത്തോടെ. എന്ന് വെച്ച് അവനോട് പിണങ്ങിയോ അല്ലെങ്കിൽ ആ സംഭവം എടുത്ത ആളുകളോട് പറഞ്ഞവനെ നാറ്റിക്കുകയോ ചെയ്യലല്ല. ഇണക്കവും പിണക്കവും ഒക്കെ കൂട്ടുകാരിൽ ഉണ്ടാകും. അത് നല്ല ഒരു കൂട്ടുകാരാണ്. അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ളവരാരാണെന്നറിയുമോ? കൂട്ടുകാർക്കിടയിൽ, സ്നേഹത്തോടെ കഴിയുന്ന കൂട്ടുകാർക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തത് പറഞ്ഞു മൂട്ടിച്ചുകൊണ്ട് അവരെ ഭിന്നിപ്പിക്കുകയും പരസ്പരം തെറ്റിക്കുകയും ചെയ്യുന്ന ആളുകളെ മേൽ ഏഷണി പറഞ്ഞു നടക്കുന്നവരാരോ അവരോട് അല്ലാഹു തആലാക്ക് കഠിനമായ വെറുപ്പാണ്. അല്ലാഹുക്ക് വെറുപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ അവന് വിജയിക്കാൻ കഴിയില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. സ്നേഹത്തോടെ കഴിയുന്ന ആളുകൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഓരോ സംശയത്തിന്റെ മുള്ളുകൾ ഇട്ടുകൊടുത്തുകൊണ്ട് അവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുക, ഇന്നൊക്കെ ഒരുപാട് നടക്കുന്ന കേസുകളാണ്. ഒന്നും വേണ്ട, വാട്സാപ്പിലൂടെ ഒരു ചാറ്റ് മതിയാകും. സംശയങ്ങൾക്കുണ്ടാവാം. ഈ സംശയങ്ങൾ കുടുംബബന്ധത്തിൽ ശിഥിലമാക്കും. ഈ സംശയത്തിന്റെ പേരിൽ ആളുകൾ അവരെ തെറ്റിദ്ധരിക്കും. പിന്നീട് ആളുകളോട് നമ്മുടെ വക കുറെ കൂട്ടി പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ കൂട്ടുകാരെയും സ്നേഹിതന്മാരെയും ഉമ്മയെയും ബാപ്പയെയും ജ്യേഷ്ഠനെയും അനുജനെയും ഭാര്യയെയും ഭർത്താവിനെയും ഒക്കെ പരസ്പരം ഇങ്ങനെ തെറ്റിക്കുന്ന ആളുകൾ, അവരോട് അല്ലാഹു തആലക്ക് കടുത്ത ദേഷ്യമാണ്. അവർ അല്ലാഹു തആല ഒരിക്കലും നല്ല രീതിയിൽ പരിചരിക്കുകയോ അവർക്ക് മാപ്പ് കൊടുക്കുകയോ ഇല്ല. ഭൂമിയിൽ നിന്ന് തൗബ ചെയ്യാതെ പറഞ്ഞവനോട് പൊരുത്തപ്പെടിക്കാതെ മരണപ്പെട്ടു പോയാൽ. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറയുകയാണ്, അലാ ഉഖ്ബിറുകും ബിശറാബി ശിരാരികും, അറിയുക നിങ്ങളിൽ ഏറ്റവും ദുഷിച്ചവരാരാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഖാലു, സ്വഹാബാക്കൾ ചോദിച്ചു, ബല, പറഞ്ഞു ബല, അതെ പറഞ്ഞു തന്നാലും നബിയെ. നബി തങ്ങൾ അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്, ഒന്നാമത്തത് നിങ്ങളിൽ ഏഷണിയുമായി നടക്കുന്നവൻ, അൽ മശാഊന ബിൻ നമീമ, ഏഷണിയുമായി ചുറ്റി നടന്നുകൊണ്ട് കൂട്ടുകാരികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി നിരപരാധികളുടെ മേൽ കുറ്റം ചുമത്തുന്നവൻ, അവനാണ് അല്ലാഹ് നിങ്ങളിൽ ഏറ്റവും ശർറുള്ളവൻ, നിങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവനെന്ന് ശഫീഉനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ നശാഅ അലാ മുസ്ലിമിൻ കലിമതൻ ലിയശീനഹു ബിഹാ ബിഗൈരി ഹഖിൻ ശാനഹുല്ലാഹു ബിഹാ ഫിന്നാരി യൗമൽ ഖിയാമ. ഈ ഹദീസ് നമ്മളൊക്കെ പേടിക്കേണ്ട ഒരു വചനമാണ്. ഒരു വിശ്വാസിയെ അപമാനിക്കാൻ, അയാളുടെ ഒരു വാക്ക് ഒരാൾ അന്യായമായി പ്രചരിപ്പിച്ചാൽ അന്ത്യനാളിൽ നരകത്തിൽ അത് കാരണം അല്ലാഹു അയാളെ അപമാനിക്കും. എങ്ങനെ? അയാളിൽ നിന്ന് വന്ന ഒരു ബാധകമാണ്, ഒരു തെറ്റാണ്. ആ വന്ന തെറ്റ് മറ്റുള്ള ആളുകളോട് നമ്മൾ പറഞ്ഞുകൊണ്ട് അയാളെ കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും വേണ്ടി ശ്രമിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നവൻ നരകത്തിൽ ശിക്ഷിക്കുക മാത്രമല്ല, അവിടെയും അല്ലാഹു തആല അവനെ ആ രീതിയിൽ ഭൂമിയിൽ അവൻ മറ്റുള്ളവനെ അപമാനിച്ച് ആളുകൾക്കിടെ പരസ്പരം തെറ്റിച്ച് നടന്നതുപോലെ പരലോകത്ത് ഈ രീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും അങ്ങനെയായി പോകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയാണ്. ഒരുപാട് ഹദീസുകൾ. ഒരു മനുഷ്യൻ ചെയ്യാത്ത ഒരു കാര്യത്തിന്റെ മേൽ അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് സാക്ഷി ഒരാൾ നിന്നാൽ നബി തങ്ങൾ പറയുന്നു, അവൻ നരകത്തിൽ ഒരു ഇരിപ്പിട സ്ഥാനം അവൻ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ. ഇല്ലാത്ത ഒരു കാര്യം ഇപ്പൊ നമുക്കറിയാം. ഇപ്പൊ പണ്ഡിതന്മാർക്കിടയിൽ ഇപ്പൊ സുന്നികൾ തന്നെ പല ഗ്രൂപ്പുകളാണ്, പല സംഘടനകളും ഗ്രൂപ്പുകളാണ്. നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഒരു നേതാവിനെ, ചിലപ്പോ വലിയ ആലിമായിരിക്കും, വലിയ സയ്യിദായിരിക്കും, ഗ്രൂപ്പ് തിരിഞ്ഞുകൊണ്ട് നമ്മൾ ചില പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിന്റെ താഴെ വായിക്കുന്ന കമന്റുകൾ കേട്ടാൽ നമ്മളൊക്കെ എങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ എഴുതാൻ കഴിയാന്ന് നമുക്ക് തോന്നിപ്പോകും. ആ രീതിയിൽ ആലിമീങ്ങളെ കുറിച്ച്, സയ്യിദന്മാരെ കുറിച്ച്, എല്ലാവരെ കുറിച്ച്, പിന്നെ ചില ആളുകൾ പറഞ്ഞ ചില വാക്കുകൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് അവൻ ഇന്നതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് അത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് യൂട്യൂബർമാരുടെ കാലഘട്ടമാണല്ലോ. ചില യൂട്യൂബർമാരുണ്ട്, സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു വാക്ക് അത് കണ്ടന്റായിട്ടെടുത്ത് അത് പ്രചരിപ്പിച്ച് ഇയാൾ ഇങ്ങനെ പറഞ്ഞു, ആ പറഞ്ഞ ആൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഇതൊക്കെ ഏഷണിയുടെ അങ്ങേ അറ്റമാണ്. പഴയ കാലത്തെ ഏഷണി പോലെയല്ല. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ഒരു ഏഷണി എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് കൊണ്ട് ലക്ഷക്കണക്കായ ആളുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കണ്ടന്റ് എടുത്തിട്ട് നമ്മൾ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ നമ്മൾ അപ്ലോഡ് ചെയ്താൽ എത്ര ആളുകളാണ് നിമിഷ നേരം കൊണ്ട് അത് കാണുന്നത്? അത്രയും ആളുകളോട് നമ്മൾ നമീമത്ത് പറയുകയാണ്, ഇല്ലാത്തത് പറയുകയാണ്. അതുകൊണ്ട് വളരെ ഗൗരവമുണ്ട്. ഈ വർത്തമാന കാലഘട്ടങ്ങളിൽ നമ്മുടെ സാങ്കേതിക വിദ്യകൾ ഒരുപാട് പുരോഗമിച്ച ഈ ഒരു കാലഘട്ടത്തിൽ തിന്മകൾ ചെയ്യാനുമുള്ള വഴികളും തിന്മകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളും ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. പണ്ട് നമ്മൾ ഇങ്ങനെ പറയണമെങ്കിൽ ഏതെങ്കിലും ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിക്കാളുകളെ കണ്ടുമുട്ടുമ്പോഴോ ഒക്കെ സാധിച്ചുള്ളൂ എങ്കിൽ ഇന്ന് നമുക്ക് അങ്ങനെയല്ലല്ലോ ഉമ്മമാരെ. നമ്മളൊരു സംഭവം എടുത്ത് വാട്സാപ്പിൽ നമ്മുടെ കുടുംബ ഗ്രൂപ്പിലൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ എത്ര ആളുകളാണ് ഒരു നിമിഷ നേരം കൊണ്ട് അത് കണ്ടുകളയുന്നത്? അതൊക്കെ തന്നെയല്ലേ ഹദീസിലൂടെ പറയുന്നത്. ഒരാളെ കുറിച്ച് ഇല്ലാത്തൊരു വാചകം നമ്മൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അയാൾ പറഞ്ഞ ഒരു വാചകം തന്നെ എടുത്തിട്ട് നമ്മുടേതായ വ്യാഖ്യാനങ്ങളും അർത്ഥശലകങ്ങളും ഒക്കെ അതിന് നൽകി അങ്ങനെയുള്ള അർത്ഥങ്ങൾ തമ്പനയിലിൽ കൊടുത്തുകൊണ്ട് ആളുകളെ അതിലേക്ക് ആകർഷിപ്പിച്ച് ഈ രീതിയിൽ ആ മനുഷ്യനെ കുറിച്ച് ഏഷണിയും ആളുകൾ മോശമായി ധരിക്കാൻ ഇടയാകുന്ന കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യൻ അവന് സ്വർഗത്തിൽ കടക്കുകയില്ലെന്ന് മാത്രമല്ല, ആ നരകത്തിൽ അവന് അപമാനകരമായ രീതിയിലായിരിക്കും നാളെ പരലോകത്തുണ്ടാവുക എന്ന് നബി തങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, എൻ്റെ സഹോദരിമാരെ, നിങ്ങളിൽ അധികവും ഇത് കണ്ടുവരാറുണ്ട്. പുരുഷന്മാരിൽ താരതമ്യേന കുറവാണെങ്കിൽ ഏഷണി ഏറ്റവും കൂടുതൽ അറിയാതെ കണ്ടുവരുന്നത് സഹോദരിമാരിലാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ മെസ്സേജുകളിൽ, നമ്മുടെ കുടുംബത്തിന്റെ ഓരോ മീറ്റിങ്ങുകളിലൊക്കെ നമ്മൾ പറയുന്നതും ചെയ്യുന്നതും എന്താണ്, ആരെക്കുറിച്ചാണ്, എന്താണ് ഇതിന്റെ ഭവിഷ്യത്ത്, എന്താണ് എനിക്ക് ഈ പറയുന്നത് കൊണ്ടുള്ള നേട്ടം, നമ്മുടെ സ്വാർത്ഥമായിട്ടുള്ള എന്തെങ്കിലും താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പദങ്ങൾ, വാക്കുകൾ നമ്മൾ പറഞ്ഞാൽ അതിന്റെ പേരിൽ നമുക്കൊരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത രീതിയിൽ പരലോകത്ത് നമ്മൾ അതിഭയങ്കരമായ ശിക്ഷയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കും. മുമ്പ് നമ്മളൊരു ചരിത്രം പറഞ്ഞിട്ടുണ്ടല്ലോ. നബി തങ്ങൾ ഒരു ഖബറിന്റെ അരികിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോ ആ ഖബറിലേക്ക് ചൂണ്ടിക്കൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബികളെ, ഈ ഖബറിൽ കിടക്കുന്ന രണ്ട് മനുഷ്യന്മാർ അവർ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വഹാബത്തിനോട് നബി തങ്ങൾ പറഞ്ഞു, അവർ വലിയ കാര്യമൊന്നുമായിരുന്നില്ല അവരുടെ ദൃഷ്ടിയിൽ അവർ ചെയ്യുന്നത്. ഒരു മനുഷ്യൻ അയാൾ മൂത്രിച്ചിട്ട് വേണ്ടതുപോലെ വൃത്തിയാക്കിയിരുന്നില്ല,
മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ആളുകൾ കാണുകെ, ആളുകൾ നിന്ന് മറയാതെ, ആളുകളൊക്കെ നടക്കുന്ന സഞ്ചരിക്കുന്ന വഴികളിലൂടെയൊക്കെ അലക്ഷ്യമായി മൂത്രമൊഴിക്കുന്ന ഒരാളായിരുന്നു. ഒഴിച്ചാൽ തന്നെ വേണ്ടതുപോലെ കഴുകി വൃത്തിയാക്കുകയുമില്ല. അങ്ങനെയുള്ള ആളാണ് ഒരാൾ. രണ്ടാമത്തെ ആൾ നമീമത്തുമായി, ഏഷണിയുമായി നടക്കുന്ന മനുഷ്യനായിരുന്നു. ആളുകൾക്കിടയിൽ തെറ്റിക്കാനും കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും ഉള്ളതും ഇല്ലാത്തതുമൊക്കെ കൂട്ടിക്കലർത്തിക്കൊണ്ട് ഏഷണി പറഞ്ഞു നടക്കുന്ന മനുഷ്യനായിരുന്നു എന്ന് സ്വഹാബികളോട് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയതായ സംഭവം നമുക്കറിയാം. അതുകൊണ്ട് ഗീബത്തിന്റെ പരിഹാരം, നമീമത്തിനെ ഭയാനകതയെ കുറിക്കുന്ന 1-2 ഹദീസുകളാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച എന്താണ് നമീമത്ത്, പരദൂഷണം എന്താണ്, അതിനുള്ള പരിഹാരം എന്താണ് എന്നതിനെ കുറിച്ചൊക്കെയുള്ള 1-2 വാക്യങ്ങൾ കൂടെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്ന് നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഒരു സഹോദരിയും ഒരു സഹോദരനും നമുക്ക് പലഹാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാൾ ചായയും സമൂസയും മറ്റൊരു സഹോദരിയും കൊണ്ടുവന്നിട്ടുണ്ട്. ആ 2 പേരെയും അല്ലാഹുവിനറിയാം, അവരുടെ ഉദ്ദേശവും അല്ലാഹുവിനറിയാം. അല്ലാഹുവേ, എന്തുദ്ദേശം വെച്ചാണോ അവർ ഈ ഒരു പരിപാടിയിലേക്ക് ആ ഒരു സ്വതക്ക നൽകിയതെങ്കിൽ അവരുടെ ഉദ്ദേശങ്ങളെ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. മുത്തുനബിയുടെ മദ്ഹ് പറയുന്ന ഈ ഒരു സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ ഹലാലായ എല്ലാ മുറാദുകളും നീ വീട്ടി കൊടുക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു. روى كعب الأخبار رضي الله عنه لما أراد الله تعالى إظهار النور المخزون وإبراز الجوهر المكنون من عبد الله إلى بطن آمنة رضي الله عنها أطهر فتاة في الأرض، وذلك في ليلة الجمعة من شهر رجب أمر رضوان عليه السلام، ففتح أبواب الجنان وتزينت الحور والولدان ودكت بشاهر الأفراح وظهرت كواكب الصباح، ونادى مناد في السماء والأرض ألا إن النور المكنون منه سيد البشر في بطن آمنة رضي الله عنها قد استقر، ولما انتقل نور نبينا محمد صلى الله عليه وسلم من عبد الله إلى بطن آمنة رضي الله عنهما اهتز العرش ضربا واستبشارا، وزاد الكرسي هيبة وبقارا، وامتلأت السماوات أنوارا، وضجت الملائكة تهليلا واستغفارا، فأصبحت آمنة رضي الله عنها تلك الليلة والأنوار تلوه في جبهتها المؤتمنة، وآمنت به من المخاوف الكامنة، وظهرت لانتقال نوره الآيات، وتباشرت به جميع المخلوقات، ولما حملت به صلى الله عليه وسلم في رجب الهنا بشرت في شعبان بنيل المنى، وقيل لها في رمضان لقد حملت بالمطهر من الدنس والخنا، وسمعت الملائكة في شوال يبشرونها بالظفر بغاية المنى، ورأت الخليل إبراهيم عليه السلام في ذي القعدة وهو يقول لها أبشري بصاحب الأنوار والوقار والسنا، وأتاها في ذي الحجة موسى الكليم عليه السلام، وعلمها برتبة محمد صلى الله عليه وسلم وجاهه اللسنى، وناداها في محرم جبريل عليه السلام بأن وقت ولادتها قد دنا، واصطفت الملائكة منزلها في سفر، فعلمت أن موعد السرور قد قرب ودنا، فلما هل ربيع الأول أضاءت الأرض والسماء وأشرقت البيت والصفا، ثم لما جاء وقت البلادة وخرج منشور السعادة وجد بآمنة رضي الله عنها أمر الولادة، وحان بروش شمس السعادة، تلألها لك نور الله، ونشرت له في الكون أعلام الرضا، وإذا بطائر النبي قد سقط من الهوى فمر بجناحيه على بطن آمنة رضي الله عنها مسرحا، فضربها المخاض ليلة الاثنين الثاني عشر من شهر ربيع الأول، وولدت صبيحتها نبي الثقلين صلى الله عليه وسلم
وعلى آله وصحبه أجمعين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد. يا ربي صل وسلم. ولد الحبيب السيد المتعبد والنور من وجناته يتوقد. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. جبريل نادى في منصة حسنه هذا مليح الكون هذا أحمد. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. هذا كهيل الطرف هذا المصطفى هذا جزيل الوصف هذا السيد. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. هذا جميل نعتي هذا المرتضى هذا مليح الوجه هذا الأوحد. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. هذا الذي خلعت عليه ملابس ونفائس فنظيره لا يوجد. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. قالت ملائكة السماء بأسرهم ولد الحبيب ومثله لا يولد. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. بشرى لأمته برؤية وجهه هذا هو الجاه العظيم الأزيد. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. ولدته مختونا ومكحولا كما قد جاء في الخبر الصحيح المسند. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. صلى عليك الله يا علم الهدى ما ناح طير في الغصون يغرد. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم
وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. آمين. الحمد لله رب العالمين حمدا يوفي نعمه ويكافئ مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമീനായ അൽമൽക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടി പറഞ്ഞതിനെയും കേട്ടതിനെയും ചൊല്ലിയതിനെയും സ്വലാത്തുകളെയും ഒക്കെ നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇതിൻ്റെ എല്ലാം മിസ്ല സബാബുകൾ നിന്റെ ഹബീബായ ഞങ്ങളുടെ ഷഫീആയ നബി തങ്ങളുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെട്ട നിന്റെ സ്വാലിഹീങ്ങൾ, അംബിയാക്കൾ, ഔലിയാക്കൾ, ഞങ്ങളുടെ മശായിഖന്മാർ, ഉസ്താദുമാരുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരുടെയൊക്കെ ഹഖ് ജാഹ് ബർക്കത്തുകളെ കൊണ്ട് നിന്റെ മഹലായ ഫളൽ കൊണ്ട് ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകണേ അല്ലാഹ്. നാഫിആയ ഇൽമ് നൽകണേ അല്ലാഹ്. സാഖിബായ അഖൽ നൽകണേ അല്ലാഹ്. കാമിലായ ഈമാൻ തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യമായി ധാരാളം അപാകതകൾ ചെയ്തവരാണ്. പുറത്തു തരണേ അല്ലാഹ്. അഫ്വ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ശനി പരദൂഷണത്തെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. അറിഞ്ഞും അറിയാതെയും ഒക്കെ അതിൻ്റെ ഗൗരവം അറിയാതെ പറഞ്ഞു പോയ സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. പടച്ചവനെ, ആത്മാർത്ഥമായും അതിൽ സങ്കടം വന്ന് അതിൽ വേണ്ടതുപോലെ അതിന് പരിഹാരം ചെയ്യാനുള്ള, ഞങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞ കേട്ട രീതിയിൽ അതിന് പരിഹാരം ചെയ്യാനുള്ള നല്ല മനസ്സ് നൽകണേ അല്ലാഹ്. തൗബ ചെയ്യാതെ ഇതിനൊന്നും പരിഹാരം പ്രായശ്ചിത്തം ചെയ്യാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടി ഇത്രയും സമയം ഇവിടെ ചെലവഴിച്ച ഈ മണിക്കൂർ, ഈ മിനിറ്റുകൾ നീ പരലോകത്ത് ഉപകാരമുള്ളതാക്കണേ റഹ്മാനെ, ഉപകാരമുള്ളതാക്കണേ അല്ലാഹ്. രോഗികളായിട്ടും വിഷമിച്ച് നടക്കാൻ പ്രയാസം അനുഭവിച്ചും ഈ സദസ്സിലേക്ക് വന്ന സഹോദരികളുണ്ട്, സഹോദരന്മാരുണ്ട്, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവരൊക്കെ നിനക്കറിയാം. അവരുടെ ശാരീരികമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടതായ ഉമ്മ, ഞങ്ങളുടെ പ്രിയപ്പെട്ടതായ ഉപ്പ വീടുകളിലൊക്കെ വിശ്രമിക്കുകയാണ്. ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ട്, വിശ്രമിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണം റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും കാണാൻ കഴിയാതെ മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടതായ ഉമ്മ, ഞങ്ങളുടെ പ്രിയപ്പെട്ടതായ ഉപ്പ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നിരുന്നവർ, ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നവർ, സഹായിച്ചിരുന്നവർ, ഈ ക്ലാസ്സിലൊക്കെ മുടങ്ങാതെ പങ്കെടുത്തിരുന്നവർ, പല പള്ളിക്കാടുകളിൽ നിങ്ങളെ ദുആയും പ്രതീക്ഷിച്ച് കഴിയുന്ന ഞങ്ങളെ ഉമ്മമാരുണ്ട്. അല്ലാഹുവേ, അവരെയൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അഫ്വ് ചെയ്യണേ അല്ലാഹ്. നിന്റെ സ്വർഗത്തിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. പടച്ചവനെ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരിക്കാനുള്ളവരാണ്. ആത്മാർത്ഥമായി ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കളെ, കുടുംബങ്ങളെ, ഞങ്ങളെ സ്നേഹിക്കുന്ന ജനങ്ങളെ നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ദുആനെ നീ കബൂലാക്കണം റഹ്മാനെ.
സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് പലഹാരങ്ങൾ കൊണ്ടുവന്ന സഹോദരി സഹോദരൻ, അവരെ രണ്ടുപേരെയും അവരുടെ ഉദ്ദേശവും നിനക്കറിയാം. അവരുടെ കുടുംബങ്ങളിൽ, അവരുടെ മക്കളിൽ നീ ബറക്കത്തും ഐശ്വര്യവും ദീനീ നിഷ്ഠയും പ്രദാനം നൽകണം റഹ്മാനെ. എന്ത് ഉദ്ദേശം വെച്ചാണോ അവർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഉദ്ദേശം അവർക്ക് നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഇതിലേക്ക് തന്നവർ, ഇനി അടുത്ത ആഴ്ച ഇതിലേക്ക് തരാൻ ഉദ്ദേശിക്കുന്നവർ, അവരുടെയൊക്കെ എല്ലാ മുറാദുകളും നീ വീട്ടണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സമ്പാദ്യം ഞങ്ങളുടെ ശിഷ്യന്മാരാണ്, ശിഷ്യകളാണ്, ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന നല്ല മക്കളാക്കണം റഹ്മാനെ, നല്ല മക്കളാക്കണം റഹ്മാനെ. അല്ലാഹുവേ, മാതാപിതാക്കൾക്ക്, ഉസ്താദുമാർക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള നല്ല മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, ദുനിയാവിൽ ഞങ്ങൾ ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ ആഫിയത്തോടെ ഒരു കാര്യത്തിലും ഒരാളുടെ മുമ്പിലും തലകുനിപ്പിക്കാതെ കൈനീട്ടാതെ ഇസ്സത്തോടെ ഞങ്ങളെ നീ ജീവിപ്പിക്കണേ അല്ലാ. അവസാനം മരിക്കുന്ന സമയത്ത് പരിപൂർണ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിപ്പിക്കണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. അടുത്ത ആഴ്ച ആരെങ്കിലും പലഹാരം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ നേരത്തെ പറയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.